ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പ് സ്കൈറൂട്ട് എയ്റോസ്പേസ് വിജയകരമായ റോക്കറ്റ് വിക്ഷേപിച്ചതിനെ അഭിനന്ദിക്കുന്നതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കിടിലൻ മറുപടിയാണ് ഇന്ന് പാർലമെന്റിൽ വെച്ച് ഉണ്ടായത്. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പേ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി സംസാരിക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു തഗ് മറുപടി നരേന്ദ്രമോദി ഇന്ന് നൽകിയത്. ശരാശരി 28 വയസ്സ് പ്രായമുള്ള യുവ സംരംഭകരുടെ സംഘമാണ് ഈ നേട്ടം കൈവരിച്ചതെന്നും അല്ലാതെ 56 വയസ്സുള്ള ഏതെങ്കിലും യുവാവല്ല എന്നും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് പറയാതെ വിമർശിക്കുന്നുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതിവ് പ്രസംഗത്തിൽ രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയെ പ്രശംസിക്കുകയും സ്കൈറൂട്ടിന്റെ ഈ നേട്ടം ഇന്ത്യൻ യുവാക്കൾക്ക് അഭിമാനകരമാണെന്ന് എടുത്തു പറയുകയും ചെയ്ത പ്രധാനമന്ത്രി സമ്മേളനം ഫലപ്രദമാക്കാൻ സഹായിക്കണമെന്ന് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ യുവാക്കൾ ബഹിരാകാശത്തേക്ക് ഒരു പുതിയ യാത്ര ആരംഭിച്ചിരിക്കുകയാണെന്ന് കൂടാതെ സ്കൈറൂട്ട് എന്ന സ്റ്റാർട്ടപ്പിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ടീമിലെയും അംഗങ്ങളുടെ ശരാശരി പ്രായം വെറും 28 വയസ്സ് മാത്രമാണെന്നാണ് മോദി പറഞ്ഞത്. ഇത്തരത്തിലുള്ള യുവാക്കളാണ് ഈ നേട്ടം കൈവരിച്ചത്. 56 വയസ്സുള്ള ഒരു യുവത്വത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പേരിൽ നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും 56 വയസ്സുകാരനായ കോൺഗ്രസ് നേതാവിനെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെയും ലക്ഷ്യമിട്ടായിരുന്നു ആ പരിഹാസമെന്ന് വ്യക്തമാണ്. ഈ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞത്, ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വകാര്യ സംരംഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിലെ യുവത്വം ബഹിരാകാശത്തേക്ക് ഒരു പുതിയ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ വിജയമാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് വ്യാപകമായ അംഗീകാരവും സ്വീകാര്യതയും ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു നീക്കം യാദൃച്ഛികമായ ഒരു സംഭവമല്ല. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും അഭിലാഷങ്ങളും ബഹിരാകാശത്തെ പോലെ തന്നെ അതിരുകളില്ലാത്തതാണെന്ന് ശക്തമായ ഒരു സന്ദേശമാണ് അവർ നമുക്ക് നൽകുന്നത്. അവർക്ക് വേണ്ട എന്ത് സാധനങ്ങളാണോ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അതിനു വേണ്ട ഒരു പാത നമ്മൾ ഒരുക്കിയപ്പോൾ അവർ അതിൽ ഒരു വിജയം തന്നെ കൊയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യയുടെ അന്തസ് ഉയർത്തുന്ന നിരവധി സുപ്രധാന നേട്ടങ്ങൾക്ക് കഴിഞ്ഞ മാസം സാക്ഷ്യം വഹിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വെറും ഒരു മാസത്തിനുള്ളിൽ രാജ്യം നിരവധി സുപ്രധാനമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഓരോ പൗരനും അഭിമാനം പകരുന്ന നേട്ടങ്ങളാണവ. ദേശീയ തലത്തിലായാലും അന്താരാഷ്ട്ര തലത്തിലായാലും ഒടുവിൽ ബഹിരാകാശത്ത് പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവ അഭിമാനകരമായ നിമിഷങ്ങളാണ്. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സൗകര്യമുള്ളൂ. ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, സംരംഭകർ, തൊഴിലാളികൾ എന്നിവരുടെ സമർപ്പണ ബോധത്തിന്റെ തെളിവാണ് ഈ നേട്ടം. രാജ്യത്തിന് വേണ്ടിയുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് അവരെല്ലാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. തുടർച്ചയായ നയപരമായ പരിഷ്കാരങ്ങളിലൂടെ രൂപപ്പെട്ട അനുകൂല സാഹചര്യത്തിൽ രാജ്യത്തെ യുവ വിനാശകർക്ക് നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ യുവ പൗരന്മാർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് മോദി ചൂണ്ടിക്കാട്ടിയത്. പ്രധാനമന്ത്രി നേട്ടങ്ങളെ സർക്കാരിന്റെ പരിഷ്കരണ അജണ്ടയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ രാജ്യം വിവിധ മേഖലകളിൽ മുന്നേറ്റം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഈ സാമ്പത്തിക പ്രകടനം ഇന്ത്യയുടെ കരുത്തിനെയും അഭിലാഷങ്ങളെയും പ്രതിഫലിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.